പൊട്ടക്കണ്ണനാണേ. നമുക്ക് സ്ഥിരം വരുന്ന ഒരു വിളിയാണ് ബാങ്കുകാരുടെ. അവർ റിട്ടയർമെന്റ് പ്ലാനുകൾ വിൽക്കാൻ വേണ്ടിയാണ് നമ്മളെ വിളിക്കുന്നത്. ഈ അടുത്തിടെ എൻ്റെ സുഹൃത്തിന് ഇങ്ങനെ ഒരു കോൾ വന്നു. നമസ്കാരം സർ, ഞാൻ ശ്വേതയാണ് സംസാരിക്കുന്നത്. ഈ ശ്വേത വാതോരാതങ്ങ് അലക്കിക്കൊണ്ടിരിക്കും. അവസാനം കാര്യത്തിലേക്ക് വന്നു. സർ, ഞാൻ റിട്ടയർമെന്റ് പ്ലാനിന് വേണ്ടിയാണ് പറയുന്നത്. സാറിന് ഇപ്പം എത്ര വയസ്സായി? സാറ് പറഞ്ഞു എനിക്ക് 50 സംതിങ് ആയി. സാർ 1-2 കൊല്ലത്തിനുള്ളിൽ സാർ റിട്ടയർ ആകുമല്ലോ. അതാണ് അവർക്ക് വേണ്ടത്. റിട്ടയർ ആകും, അതിനെന്താ സാർ? ഇപ്പോൾ 50,000 രൂപ മാസം വെച്ച് അടക്കുകയാണെങ്കിൽ സാർ റിട്ടയർ ആകുമ്പോൾ സാറിന് 5 കോടി രൂപ കിട്ടും. എൻ്റെ സുഹൃത്ത് അതിനേക്കാൾ വില്ലനാണ്. പറഞ്ഞു, മാഡം ഒന്ന് നിൽക്കേ പറയട്ടെ, ഇതിനേക്കാൾ നല്ല പ്ലാന് എൻ്റെ കയ്യിലുണ്ട്. അതെന്താണ് സർ? എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ എനിക്ക് ഇന്നൊരു 5 കോടി രൂപ തന്നാൽ എല്ലാ മാസവും ഞാൻ നിങ്ങൾക്ക് 50,000 രൂപ വെച്ച് തിരിച്ച് അങ്ങോട്ട് തരാം. കളിയാക്കാനാണെങ്കിലും ശ്വേത ചോദിച്ചു, സർ ഇതിന് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? അതിന് അദ്ദേഹം പറഞ്ഞത്, വേറെ ഒന്നും ചെയ്യാനില്ല, ഞാൻ എവിടെയാണെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. ശ്വേത വളരെ സ്വീറ്റി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. ആ സ്വീറ്റ്നെസ് ഒക്കെ പോയിട്ട് അവസാനം ശ്വേത രുദ്രാണിയുടെ രൂപമെടുത്തു, ഭദ്രകാളിയുടെ രൂപമെടുത്തു. തെണ്ടി, നിനക്കൊക്കെ വേറെ പണിയൊന്നും ഇല്ലടാ, ഫോൺ വിളിച്ച് ഞാൻ മര്യാദയ്ക്ക് സംസാരിച്ചുകൊള്ളാ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഇനിയും ബാങ്കുകാരുടെ വിളികൾ ഇങ്ങനെ വന്നാൽ അവരോട് ഇതേ രീതിയിൽ പറഞ്ഞാൽ മതി, അവർ അന്നേരം വെച്ചിട്ട് പോകും. പക്ഷേ തെറി കേൾക്കുമ്പോൾ എൻ്റെ പേര് പറയരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ. പൊട്ടക്കണ്ണനാണേ.